എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുചിത്രം വിലയിരുത്തുമ്പോൾ അതായത് ഇന്നലെയായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം എന്നത് എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുപക്ഷെ വിഷുവിന് ശേഷമായിരിക്കും നടക്കുക, വോട്ടെടുപ്പ് നടക്കുക എന്നതായിരുന്നു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അവർ ആവശ്യപ്പെട്ടതും 20-നും 30-നും ഇടയിൽ വോട്ടെടുപ്പ് നടത്തണം എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ സിറ്റിംഗിൽ. പക്ഷേ 9-ാം തീയതി ആണ് വോട്ടെടുപ്പ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ എല്ലാ മുന്നണികൾക്കും വളരെ കുറച്ച് സമയം മാത്രമാണ് പ്രചാരണത്തിന് ലഭിക്കുന്നത്. ഒപ്പം മറ്റ് സാങ്കേതിക നടപടിക്രമങ്ങളും അതിവേഗം ആണ് പൂർത്തിയാകുന്നത്. സ്ഥാനാർത്ഥികളെ പലരും നേരത്തെ നിശ്ചയിച്ചിരുന്നുവെങ്കിലും അവസാന മണിക്കൂറുകളിൽ അടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ മാറ്റങ്ങൾ വരുത്തിയതുകൊണ്ട് തന്നെ അവർക്ക് ഡോക്യുമെന്റുകൾ ശേഖരിക്കുന്നതിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരുപക്ഷെ ഈ നാമനിർദ്ദേശ പത്രിക പൂരിപ്പിച്ച് നൽകുന്നതിന് പോലും ഒരു വേഗത സാധാരണയിൽ നിന്ന് കൂടുതൽ വേഗത ഉണ്ടായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ സൂക്ഷ്മ പരിശോധന വളരെ പ്രധാനപ്പെട്ടതായി മാറാൻ പോകുന്നത്. രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടുകൂടി മുഖവിലക്കെടുത്തുകൊണ്ട് പത്രിക തള്ളണോ കൊള്ളണോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തീരുമാനിക്കേണ്ടതായി വരും. ചെറിയ പാകപ്പിഴകൾ പോലും, ചെറിയ പിശകുകൾ പോലും തീർച്ചയായും എല്ലാവരും ഉയർത്തി കാണിക്കും. അതുകൊണ്ട് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ പത്രികകൾ തള്ളപ്പെടുമോ എന്ന സംശയം കൂടി ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും നമ്മൾ ആ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ ഇതുവരെ, അതായത് സമയം പൂർത്തിയായപ്പോൾ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകുമ്പോൾ ഇതുവരെയുള്ള സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി എത്തിയിട്ടുള്ള പത്രികകളുടെ എണ്ണം എന്നത് 2118 പത്രികകൾ ആണ് എന്നതാണ്. ഇതിൽ തന്നെ 1252 സ്ഥാനാർത്ഥികൾ ആണ് മത്സര രംഗത്ത് ഉള്ളത്. ഈ മത്സര രംഗത്തുള്ള സ്ഥാനാർത്ഥികൾ ഒന്നിലധികം സെറ്റ് പത്രികകൾ നൽകുന്നത് കൊണ്ടാണ് പത്രികകളുടെ എണ്ണം ഇത്രമേൽ വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കെല്ലാം തന്നെ അപരന്മാർ ഭീഷണിയായി നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. അപ്പോൾ ഈ സൂക്ഷ്മ പരിശോധന പ്രധാനപ്പെട്ടതാകുന്നത് ഈ അപരന്മാരെ അടക്കം പിശകുകൾ ചൂണ്ടിക്കാണിച്ച് തള്ളാൻ സാധിച്ചാൽ അത് പ്രധാനപ്പെട്ട മുന്നണികൾക്ക്, സ്ഥാനാർത്ഥികൾക്ക് നേട്ടമായി മാറും. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മ പരിശോധന വളരെ പ്രധാനപ്പെട്ടതായി മാറുന്നത്. സാരംഗ് തന്നെയാണ് വിശദാംശങ്ങളുമായി തുടരുന്നത്. സാരംഗിത, സ്ഥാനാർത്ഥികളുടെ എണ്ണം ചിത്രം വ്യക്തമായിട്ടുണ്ട്. പക്ഷേ വളരെ കൃത്യമാകണമെങ്കിൽ സൂക്ഷ്മ പരിശോധനയെ തള്ളപ്പെടുന്ന സ്ഥാനാർത്ഥികൾ പിന്നീട് പലരും ഒരുപക്ഷെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചേക്കാം. അതിനുള്ള സമയം ഉണ്ട്. അങ്ങനെ അതിനുശേഷം മാത്രമാണ് കൃത്യമായൊരു ചിത്രം വ്യക്തമാവുകയുള്ളൂ. ഈ സൂക്ഷ്മ പരിശോധന ഇത്തവണ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികൾക്ക് വളരെ കുറച്ച് സമയം മാത്രമാണല്ലോ ലഭിച്ചത്. അഭിലാഷ്, തീർച്ചയായും. കാരണം ഇത്തവണത്തെ, അതായത് കേരളത്തിന്റെ നിയമസഭാ ഇലക്ഷൻ ചരിത്രം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ഷൻ പ്രഖ്യാപനം കഴിഞ്ഞ് വളരെ ചുരുക്കം സമയം കൊണ്ട് തന്നെ വോട്ടെടുപ്പിലേക്ക് എത്തുന്ന ഒരു ഇലക്ഷനാണ് ഇത്തവണ ഉണ്ടായിരുന്നത്. സാധാരണ ഇതിൽ അങ്ങനെ ആയിരുന്നില്ല. കാരണം കൃത്യമായ ഒരു ഇടവേള, അത് സ്ഥാനാർത്ഥി അതായത് നാമനിർദ്ദേശ പത്രിക നൽകുന്നതിനായിക്കോട്ടെ, സൂക്ഷ്മ പരിശോധന ആയിക്കോട്ടെ, വോട്ടെടുപ്പ് ആയിക്കോട്ടെ, കൃത്യമായ ഇടവേളകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും അതിനൊരു സാവകാശം ഉണ്ടായിരുന്നു. ഇത്തവണ അങ്ങനെയല്ല, വളരെ പെട്ടെന്നാണ്. അതായത് എല്ലാം പ്രഖ്യാപനം ഉണ്ടാകുന്നു. നാമനിർദ്ദേശ പത്രിക ആയിക്കോട്ടെ, അതിന്റെ പിൻവലിക്കാനുള്ള അവസാന ദിവസമായിക്കോട്ടെ, സൂക്ഷ്മ പരിശോധന ആയിക്കോട്ടെ, വോട്ടെടുപ്പ് ആയിക്കോട്ടെ, എല്ലാം അടുത്തടുത്ത ദിനങ്ങൾ, അതായത് ആഴ്ചകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഈ എല്ലാ പ്രക്രിയകളും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നണികൾ വലിയ സമ്മർദ്ദത്തിലായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ കാര്യം തന്നെ നമുക്ക് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ടിക തന്നെ പുറത്തേക്ക് വരാൻ വളരെയധികം സമയമെടുത്തു. രണ്ടാം ഘട്ടമായി പല ഘട്ടങ്ങളായിട്ടായിരുന്നു പട്ടിക പുറത്തേക്ക് വന്നത്. അതിൽ തന്നെ പല വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് 26-ാം തീയതിയോടുകൂടി കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. കാരണം ഈ ഒരു സമ്മർദ്ദം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിലും അത് പൂരിപ്പിക്കുന്നതിലും അതുമായി ബന്ധപ്പെട്ട രേഖകൾ സമർപ്പിക്കുന്നതിലടക്കം വലിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം ബിജെപി സ്ഥാനാർത്ഥി കളക്ടറേറ്റിലെത്തിയപ്പോൾ അവിടെ കൃത്യമായ രേഖകൾ എത്തിക്കാത്തതുകൊണ്ട് പല സ്ഥാനാർത്ഥികളും പിന്നീട് രണ്ടാമത് രേഖകൾ അവിടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം വളരെ കുറച്ച് ദിവസങ്ങൾ, ആ ദിവസങ്ങൾക്കിടയിൽ പൊതു അവധികൾ, അത്തരത്തിലുള്ള സാഹചര്യം, വലിയ രീതിയിലുള്ള സമ്മർദ്ദം മുന്നണികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യം തീർച്ചയാണ്. കഴിഞ്ഞ ദിവസം അടക്കം തിരുവനന്തപുരം ജില്ലയിലെ കളക്ടറേറ്റിൽ മാത്രം നിരവധി പ്രമുഖ നേതാക്കന്മാരാണ്. കാരണം പ്രമുഖ നേതാക്കന്മാർ അവസാന ദിവസം നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്നത് അത്ര സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമല്ല. അവൾ കൃത്യമായ സമയത്ത് നൽകുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ചിത്രം വളരെ വ്യത്യസ്തവുമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിക്ക് നടക്കുന്ന സൂക്ഷ്മ പരിശോധന വളരെ നിർണായകമാണ്. ഇതിൽ എന്തെങ്കിലും ചെറിയ പാകപ്പിഴകളോ തെറ്റുകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, രേഖകളിലടക്കം ചെറിയ പിശക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ നിരവധി അപരന്മാർ, ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെ വലിയധികം പ്രധാനപ്പെട്ട എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായ രീതിയിൽ അപരന്മാർ രംഗത്തിറങ്ങിയിട്ടുണ്ട്. അവർ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും, ആ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താൻ അവരന്മാർക്ക് സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ഡമ്മി സ്ഥാനാർത്ഥികൾ ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്.
പലരും ഒന്നിലധികം പത്രികകൾ സമർപ്പിച്ചിട്ടുമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പിനെ വലിയ സമ്മർദ്ദം, അതായത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിഷുവിന് മുൻപായി ഈ ഒരു ഇലക്ഷൻ നടക്കുന്നു. ആ സമയം കൊണ്ട് ഇത്രയധികം പ്രക്രിയകൾ നടക്കുന്നു. അത് മുന്നണികളെയും ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും അവിടുത്തെ ഉദ്യോഗസ്ഥരെയും സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. കാരണം വളരെ ചുരുങ്ങിയ സമയമാണ് തയ്യാറെടുപ്പുകൾക്ക് കിട്ടിയിട്ടുള്ളത്. കൃത്യമായി നടത്തേണ്ട, അതായത് ജനാധിപത്യ സംവിധാനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇലക്ഷനാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അടുത്ത 5 വർഷം ആര് ഭരിക്കും എന്നടക്കമുള്ള കാര്യങ്ങളിൽ മാത്രമല്ല പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയ ചിത്രമടക്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്തവണത്തെ ഇലക്ഷന് വലിയധികം പ്രാധാന്യമുണ്ട്. ആ ഒരു സമയത്ത് നടക്കുന്ന ഈ ഇലക്ഷനിൽ സൂക്ഷ്മ പരിശോധനയും നിർണായക ഘട്ടമായി കണക്കാക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് സൂക്ഷ്മ പരിശോധന നടക്കുന്നത്. 26-ാം തീയതി വരെ ഇനി നാമനിർദ്ദേശക പത്രിക പിൻവലിക്കാനുള്ള സമയമുണ്ട്. എത്രത്തോളം പേർ പിൻവലിക്കും, എത്രത്തോളം തഴയപ്പെടും എന്നെല്ലാ ചിത്രം 26-ാം തീയതിയോടുകൂടി വ്യക്തമാകും. അതിനുശേഷമായിരിക്കും കൃത്യമായ മത്സര രംഗത്ത് ആരൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിലേക്ക് എത്തുന്നു എന്ന കാര്യം വ്യക്തമാകുകയുള്ളൂ. അഭിലാഷ്. യെസ്, സൂചിപ്പിക്കുന്ന പോലെ തന്നെ തെരഞ്ഞെടുപ്പ് നിർണായകമാണ് ഇത്തവണ എല്ലാ മുന്നണികൾക്കും. അതുകൊണ്ട് തന്നെയാണ് സൂക്ഷ്മ പരിശോധന അതീവ ഗൗരവമായി മാറുന്നത്. പ്രത്യേകിച്ച് മുന്നണികൾക്ക് വളരെ കുറച്ച് സമയം മാത്രമാണ് ലഭിച്ചത്. അപരന്മാർ നിരവധിയുള്ള തെരഞ്ഞെടുപ്പാണ്. സൂക്ഷ്മ പരിശോധന 11 മണിക്ക് ആരംഭിക്കുകയാണ്. അതിനുശേഷം ആരൊക്കെ പിൻവാങ്ങുന്നു, ആരൊക്കെ പുറത്താകുന്നു എന്നതിന്റെ ചിത്രം കൂടി വ്യക്തമാകേണ്ടതുണ്ട്. അതോടുകൂടി 26-ാം തീയതിയോടുകൂടി കൃത്യമായൊരു ചിത്രം വ്യക്തമാവുകയും ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.